ശ്രീകൃഷ്ണനെ സംബന്ധിച്ച് ശ്രീകൃഷ്ണന് ഡി മണി അറിയില്ല, ബാലമുരുകനെ അറിയില്ല. ഡി മണിക്കാകട്ടെ ശ്രീകൃഷ്ണനെ അറിയില്ല, ബാലമുരുകനെ അറിയാം. ബാലമുരുകനും ഡി മണിക്കും ഈ ശ്രീകൃഷ്ണനെ അറിയുകയില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പക്കൽ ഇവർ മൂന്നുപേരെയും ബന്ധിപ്പിക്കുന്ന തെളിവുകളുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ശ്രീകൃഷ്ണന് പഴയ വിഗ്രഹങ്ങൾ വിൽക്കുന്ന കടയുണ്ട് എന്ന നിലയിൽ അന്വേഷണ സംഘത്തിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഏതായാലും അത്തരം കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണ സംഘം ഇവരിപ്പോൾ 30-ാം തീയതി 3 പേരും തിരുവനന്തപുരത്തേക്ക് വരികയാണല്ലോ. കൂടുതൽ വിവരങ്ങൾ അപ്പോൾ അറിയാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാം, അല്ലേ രാഹുൽ? തീർച്ചയായിട്ടും 30-ാം തീയതി എന്തായാലും 3 പേരോടും തിരുവനന്തപുരത്ത് SITയുടെ ക്യാമ്പ് ഓഫീസിൽ എത്തണമെന്നുള്ള നിർദ്ദേശം സമൻസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാലമുരുകനാണെങ്കിലും ഡി മണി ആണെങ്കിലും പോകും എന്നുള്ളതാണ് മറുപടി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണനും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും തരത്തിൽ പോകാതിരിക്കില്ല. ശ്രീകൃഷ്ണൻ പറയുന്നത് തന്നോട് അവിടെ വന്നൊന്ന് ഒപ്പിട്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്, ചോദ്യം ചെയ്യലിനല്ല വിളിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ബാലമുരുകനും അതുപോലെ തന്നെ ഡി മണിയും പറഞ്ഞിരിക്കുന്നത് സമൻസ് ലഭിച്ചിട്ടുണ്ട്, ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. ഇവർ 3 പേരും ചെല്ലുന്നത് തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇവർ 3 പേരും ഒരു ഗ്യാങ് ആണ്. ഡിണ്ടിഗലിലും അതുപോലെ തന്നെ രാജപാളയത്തും ഉൾപ്പെടെ ഇവർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ തമ്മിൽ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു എന്നതിന്റെ തെളിവുകൾ ഉൾപ്പെടെ SITയുടെ പക്കലുണ്ട്. അതൊക്കെ എന്തുകൊണ്ടോ ഇവർ വിസ്മരിക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും നമ്മളോടത് സമ്മതിച്ച് തരേണ്ട ആവശ്യം ഒരുപക്ഷെ അവർക്കില്ല, അത് സ്വാഭാവികമാണ്. എങ്കിൽ കൂടിയും അവരുടെയൊക്കെ മറുപടിയിൽ അവർ നമ്മളെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട്. നമ്മൾ ഡി മണിയിൽ നിന്ന് കണ്ട അതേ സംസാരം, അതായത് എന്നെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും, അതേ രീതി തന്നെ ബാലമുരുകനിലും നമ്മൾ കണ്ടു. ബാലമുരുകന്റെ അടുത്ത് നമ്മൾ ചെന്ന സമയത്ത് അദ്ദേഹം നമ്മളെ തട്ടിമാറ്റിയിട്ട് പറഞ്ഞത്, നിങ്ങൾ എനിക്കെതിരെ വാർത്ത കൊടുത്താൽ നിങ്ങളുടെ പേര് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുമെന്നാണ് അദ്ദേഹം നമ്മുടെ മൈക്ക് തട്ടിമാറ്റിയ ശേഷം പറഞ്ഞത്. അതിനുശേഷം ശ്രീകൃഷ്ണന്റെ അടുത്ത് വരുമ്പോഴും ഏറ്റവും ഒടുവിൽ അദ്ദേഹം നമ്മളോട് പറഞ്ഞത്, ഏതെങ്കിലും വിധത്തിൽ ഈ SITയെ കൊണ്ട് പ്രശ്നമുണ്ടായാൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നുള്ളതാണ്. അതായത് ആത്മഹത്യാ ഭീഷണി 3 പേരുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഒരേ രീതിയിലുള്ള സംസാരങ്ങളും ഒരേ രീതിയിലുള്ള മറുപടിയും അത് തന്നെയാണ് ഇവരെ ബന്ധിപ്പിക്കുന്ന കൂടുതൽ സംശയങ്ങളിലേക്ക് നമുക്കും പോകേണ്ടി വരുന്നത്. എന്തായാലും ഇവർ തമ്മിലുള്ള കൂടുതൽ ബന്ധങ്ങൾ അത് SIT വഴി തന്നെ തെളിയട്ടെ. എന്തായാലും പറഞ്ഞതിലെ പൊരുത്തക്കേടുകൾ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. ചില കാര്യങ്ങളിൽ ഇപ്പോഴും സംശയം അങ്ങനെ തന്നെ നിൽക്കുന്നു. ശ്രീകൃഷ്ണനാണെങ്കിലും ഡി മണി ആണെങ്കിലും അതുപോലെ തന്നെ ബാലമുരുകനാണെങ്കിലും പറയുന്ന കാര്യത്തിൽ ഒരു കൃത്യമായിട്ട് പഠിച്ചു പറയുന്ന പോലെ രീതിയാണ്. ഏതെങ്കിലും ഒരു സംശയമോ അല്ലെങ്കിൽ ചിന്തയോ ഈ സംസാരത്തിനോ പ്രതികരണത്തിനോ ഇടയ്ക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. 30-ാം തീയതി ഇനി ഇവർ തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. കസ്റ്റഡി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് SIT പോകുമോ എന്നുള്ളതും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ദിലീപ് കുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.